الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാ വിധത്തിലുള്ള വിജയവും കൈവരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നതും കാണിച്ചു തന്നതും അനുവദിച്ചു തന്നതും ആയ കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. മനുഷ്യന് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും അല്ലാഹുവോ റസൂലോ മനുഷ്യനോട് കൽപ്പിച്ചിട്ടില്ല. ഏതൊരു കൽപ്പന നാം പാലിക്കണമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അത് പാലിക്കുന്നത് മൂലം നമുക്കെല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാവുകയും ചെയ്യും. വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ നന്മ അനുഭവിക്കാൻ സാധിക്കും. ഒരു സമൂഹം എന്ന് പറയുന്നത് കുറേ നാടുകൾ ചേർന്നതാണല്ലോ. ഒരു രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാട് എന്ന് പറയുന്നത് കുറേ കുടുംബങ്ങൾ ചേർന്നതാണല്ലോ. അപ്പോൾ കുടുംബമാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും ചെറിയ ഏകകം, അതായത് യൂണിറ്റ്. കുടുംബത്തിൽ കുറേ ആളുകളുണ്ടാകും. കുടുംബത്തിൽ മാതാപിതാക്കൾ ഉണ്ടാകും, സഹോദരങ്ങൾ ഉണ്ടാകും, ഒരാളും അയാളുടെ ഇണയും ഉണ്ടാകും, മക്കളും പേരമക്കളും ഉണ്ടാകും. ഇതാണ് ഒരു കുടുംബത്തിൻ്റെ രൂപം. പല പ്രായത്തിലുള്ളവരായിരിക്കും, പലതരം അറിവുള്ളവരായിരിക്കും, പലതരം ജോലി ചെയ്യുന്നവരായിരിക്കും, പലതരം ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവരായിരിക്കും ഒരു കുടുംബത്തിൽ തന്നെ. അപ്പോൾ ഈ കുടുംബത്തിൽ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ജീവിച്ചു പോവാൻ ആവശ്യമായ ഒരു വിദ്യാഭ്യാസം കുടുംബാംഗങ്ങൾക്കുണ്ടാവണം. ഇപ്പം രണ്ടാളുകൾ പോലും ഒന്നിച്ചൊരു കാര്യം തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ ഇത്രയധികം ആളുകൾ ഉണ്ടാകുന്ന ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി നമ്മൾ ജീവിക്കുക എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ സമ്പൂർണ്ണമാണ്. മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും നൽകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ അങ്ങ് പാലിച്ചാൽ നമുക്ക് ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഒരു കുടുംബം ആരംഭിക്കുന്നത്, ഒരാൾ ഇണജീവിതം തുടങ്ങുന്നത് വിവാഹത്തിലൂടെയാണല്ലോ. ഒരാൾ യൗവനകാലമായി വിവാഹപ്രായമായി ആ സമയത്താണ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതും വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതും. അവിടെയാണ് നമ്മൾ ആദ്യം കുറേ കാര്യങ്ങൾ നോക്കേണ്ടത്. ഒരു പുരുഷൻ
അയാൾക്കൊരു സ്ത്രീ വേണം ഇണയായി, ഒരു സ്ത്രീ അവർക്കൊരു പുരുഷൻ വേണം ഇണയായി. ഇണ എന്ന് ഖുർആൻ പ്രയോഗിച്ചത് അസുവാജ് എന്ന വാക്കാണ്. അസുവാജ് ഇണകൾ, അത് സൗജ് എന്ന അറബി പദത്തിന്റെ ബഹുവചനമാണ്. ഇണ ഇണകൾ എന്ന് പറയാം. ഇണയാക്കി തന്നു, തുണയാക്കി തന്നു എന്നൊക്കെ നിക്കാഹിന്റെ വചനങ്ങളിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. സവ്വജതുക വ അൻകഹതുക എന്നൊക്കെ പറയുന്നതിന്റെ മലയാളമായി ഇണയാക്കി തന്നു, തുണയാക്കി തന്നു എന്ന്. അപ്പൊ ഇണയും തുണയുമായി ജീവിക്കേണ്ടവരാണ് വിവാഹത്തിൽ ഈ ദമ്പതികൾ. അപ്പൊ നമ്മൾ ആദ്യം നോക്കണം, എനിക്ക് ഇണയാകാൻ പറ്റുമോ ഇയാൾ. അത് പുരുഷനും നോക്കണം, സ്ത്രീയും നോക്കണം, കുടുംബാംഗങ്ങളും അതിനെക്കുറിച്ച് ആലോചിക്കണം. ഏറ്റവും പ്രധാനം ആദർശമാണ്, ഈമാൻ, മതനിഷ്ഠയാണ്, ദീനാണ്. അപ്പൊ ദീനിയായ ജീവിതം, ദീനിയായ പെരുമാറ്റം, ദീനിയായ പശ്ചാത്തലം, അതെല്ലാം നമ്മൾ ആലോചിക്കണം. മോന് ദീന് പെണ്ണന്വേഷിക്കുമ്പോൾ, മോൾക്ക് ഒരു വരനെ അന്വേഷിക്കുമ്പോൾ അതിന് നമ്മൾ ഒന്നാം സ്ഥാനം നൽകണം. വേറെ പലതും നോക്കാനുണ്ടാവും, വിദ്യാഭ്യാസം നോക്കാൻ, പ്രായം നോക്കാൻ, മറ്റ് പലതും നോക്കാനുണ്ടാവും, ആയിക്കോട്ടെ. പക്ഷെ അതിന് ഫൽഫർ ബിദാത്തി ദീൻ, നീ ദീനുള്ള സ്ത്രീയെ കല്യാണം കഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാ. ഇദാ ജാഅകും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. ദീനും ഹുലുക്കുമുള്ള ആളുകൾ കല്യാണം ചോദിച്ചു വന്നാൽ അത് നടത്തി കൊടുക്കണം, വിവാഹം നടത്തി കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരുന്നാൽ വഇല്ലാ തഫ്അലൂഹു, നിങ്ങൾ അത് ചെയ്യാതിരുന്നാൽ, ഏത് ദീൻ ഉള്ള, ഹുലുക്കുള്ള, മതനിഷ്ഠയുള്ള, സൽസ്വഭാവമുള്ള ആളുകൾക്ക് കല്യാണം നടത്തി കൊടുക്കാതിരുന്നാൽ, അതായത് വേറെ പലതും പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കിയാൽ, തക്കും ഫിത്നത്തും ഫിൽ അർളി വ ഫസാദുൻ അരീദ്, ഭൂമിയിൽ വലിയ ഫിത്നയും ഫസാദും ഉണ്ടാകും എന്ന്. ഫിത്നയും ഫസാദും, നാശവും കുഴപ്പങ്ങളും ഉണ്ടാകുന്നു. അപ്പൊ ഒന്നാമത്തെ സ്ഥാനം നമ്മൾ വിവാഹത്തിൽ ദീനിനായിരിക്കണം, ആദർശത്തിനായിരിക്കണം എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാമ്പത്യത്തെ അല്ലാഹുവിനെ മനസ്സിലാക്കുവാനുള്ള ആയത്തുകളിൽ ഒന്നായി പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നതിനാണ് ആയത്ത് എന്ന് പറയാം. ദൃഷ്ടാന്തം, തെളിവ്, ലക്ഷ്യം എന്നൊക്കെ. ഇപ്പൊ ഖുർആൻ ആയത്തുകളാണ്, അത് നമ്മൾ ഓതുന്ന ആയത്തുകൾ, വായിക്കുന്ന ആയത്തുകൾ. എന്നാൽ ഈ ലോകത്തുള്ള, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ആയത്താണ്. ഖുർആനിൽ കുറെ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. വമിൻ ആയാത്തിഹി, വമിൻ ആയാത്തിഹി, അള്ളാഹിന്റെ ആയത്തുകളിൽ പെട്ടതാണ്, അള്ളാഹിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. ആകാശലോകം അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും അള്ളാഹിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. മനുഷ്യനും മൃഗങ്ങളും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. പർവ്വതങ്ങളും സമുദ്രവും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് പഠനം നടത്തിയാൽ എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നു എന്നതിന് നമുക്ക് അതിൻ്റെ അത്ഭുതകരമായ സംവിധാനവും അതിൻ്റെ കൃത്യതയും അതിൽ കാണുന്ന സങ്കീർണമായ രൂപവും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. അല്ലാഹു തആല ഇത് സൃഷ്ടിച്ചതിന് ലക്ഷ്യമുണ്ട്. ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ ഇതൊക്കെ തനിയെ ഉണ്ടായതല്ല എന്നും അവർക്ക് ബോധ്യമാകും. കാരണം തനിയെ ഉണ്ടാകുന്ന ഒരു സാധനത്തിൽ ഇത്ര കൃത്യതയും ഇത്ര ശാസ്ത്രീയതയും ഇത്ര ഭദ്രതയും ഇത്ര പൂർണ്ണതയും ഉണ്ടാവുകയില്ലല്ലോ. അപ്പൊ അങ്ങനെ അള്ളാഹിന്റെ ആയത്തുകൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്ന് അള്ളാഹു പറയുന്നു. വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, സൂറത്ത് റൂമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 21-ാമത്തെ ആയത്താ സൂറത്ത് റൂമിലെ. അതിൽ പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അള്ളാഹിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. ഒരു വലിയ അത്ഭുതമല്ലേ? ആണ് ആണാവണം, പെണ്ണ് പെണ്ണാവണം. ആണിന് ആണിൻ്റെ ശരീരവും ആണിൻ്റെ അവയവങ്ങളും ആണിൻ്റെ വികാരവും ആണിൻ്റെ ഭാരവും ആണിൻ്റെ ശബ്ദവും ഒക്കെ ഉണ്ടാകുമല്ലോ. പെണ്ണിന് പെണ്ണിൻ്റേതായിരിക്കണം എല്ലാം. അത് പടച്ചവൻ അങ്ങനെ വെച്ചത് കൊണ്ടാണ്. വംശം നിലനിൽക്കുന്നത് എങ്ങനെയാ? എല്ലാ ജീവികളിലും ഇണ സമ്പ്രദായമുള്ളത് കൊണ്ടാണ്. ആണും പെണ്ണും എന്ന രണ്ട്
വർഗം, ആ രണ്ട് വിഭാഗം ഇണചേർന്ന് ജീവിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഭൗതികമായി ചെയ്യലാണ് വേണ്ടത് എന്നാൽ പലർക്കും കുഞ്ഞുങ്ങളെ ഉണ്ടാവില്ല. അല്ലാഹു തആല അത് വെച്ചു കൊടുത്തത് ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും വൈകാരികമായ ഒരു ബന്ധം, അതിന് സ്നേഹം, ഇഷ്ടം, ഇമ്പം ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഇത് പൂർത്തിയാവുന്നത്. അതിനെന്തെല്ലാം ഒത്തുവരണം അതൊക്കെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് ആലോചിച്ചാൽ മനസ്സിലാക്കാം ഇത് ദൃഷ്ടാന്തമാണ്. എന്തിനാണ് ഈ സംഗതി എല്ലാം? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിലേക്ക് സമാധാനം കണ്ടെത്താനാണെന്ന്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമാധാനം അവൻ്റെ പെൺ ഇണയിലാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സമാധാനം അവളുടെ ആൺ ഇണയിലാണ്. രണ്ടുപേർക്കും സന്തോഷം, സമാധാനം, സംതൃപ്തി അതാണ് കുടുംബ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിന് സ്നേഹം വേണം, അതിന് കാരുണ്യം വേണം, വിട്ടുവീഴ്ച വേണം, കുറ്റങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കാനുള്ള വിശാലത വേണം. അങ്ങനെയാകുമ്പോൾ കുടുംബജീവിതം വളരെ സമാധാനപരമാകും. കുടുംബജീവിതം വളരെ പവിത്രമായി, വളരെ പരിശുദ്ധമായി കൊണ്ടുപോകുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ ഇണകൾ തമ്മിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. രണ്ടുപേർക്കും സംതൃപ്തമായിരിക്കണം ജീവിതം, രണ്ടുപേർക്കും സമാധാനം ഉണ്ടാവണം, രണ്ടുപേർക്കും സ്നേഹം ലഭിക്കണം. അതിനുവേണ്ടി രണ്ടുപേരും പരസ്പരം സഹകരിക്കണം. ഇണകൾക്കിടയിൽ മനപ്പൊരുത്തമുണ്ടാകണം. ആദർശവും സംസ്കാരവും മതനിഷ്ഠയും ഒക്കെ വലിയ സംഗതികളാണ്. ഖുർആൻ പറയുന്നുണ്ട്, അത്തയ്യിബൂന ലിത്തയ്യിബാത്ത്, നല്ല മനുഷ്യന്മാർ നല്ല സ്ത്രീകൾക്കുള്ളവരാണ്. നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കും നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കുമാണ് ചേരുക എന്ന് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം സമാധാനത്തിൽ നിലനിൽക്കാൻ രണ്ടുപേരും ഇണകളായി ജീവിച്ച് മുന്നോട്ട് പോകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പരസ്പര ഇഷ്ടവും ബഹുമാനവും അതുപോലെ പരസ്പര വിശ്വാസവും ഉണ്ടായിരിക്കണം. ഇണകൾ തമ്മിൽ ചതിക്കാൻ പാടില്ല. വിശ്വസിച്ചാണല്ലോ കല്യാണം കഴിച്ചത്. ആ വിശ്വാസം മരണം വരെ കാത്തു സൂക്ഷിക്കുവാൻ രണ്ടുപേരും ബാധ്യസ്ഥരാണ്. അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും സഹകരിക്കാനും കഴിയണം. ഉള്ളത് പങ്കുവെക്കാൻ കഴിയണം. ഇപ്പോൾ വീട്ടുകാര്യങ്ങളിൽ പുരുഷൻ സ്ത്രീയെ സഹായിക്കണം. അതുപോലെ തന്നെ യാത്രകളിൽ കൂടെ കൊണ്ടുപോകണം, സംസാരിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ രണ്ടുപേർക്കും ആനന്ദം കണ്ടെത്താനുള്ള ഒന്നാണ് അവരുടെ വീട് എന്ന് ബോധ്യപ്പെടണം. അറബി ഭാഷയിൽ സെക്കന് എന്നൊരു വാക്കുണ്ട്. സെക്കന്, മസ്കൻ എന്നൊക്കെ പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. അതിൻ്റെ ഭാഷാപരമായ അർത്ഥം സമാധാനം എന്നാണ്. അപ്പോൾ വെറും താമസിക്കുന്ന ഒരു കെട്ടിടം എന്നതല്ല, സമാധാനമുള്ള ഇടം എന്നുകൂടി ആ വാക്കിന് അർത്ഥമുണ്ട്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണം. ഖുർആൻ പുരുഷന്മാരോട് കൽപ്പിച്ചതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അവരിൽ നിന്നുണ്ടായാൽ ഫഅസാൻ തക്റഹു ഷൈഅൻ ഫയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊന്ന് സംഭവിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം അതിൽ ധാരാളം ഖൈറ് അള്ളാഹു വെച്ചിട്ടുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കാത്തതിൽ നന്മയുണ്ടാകാം, നമ്മൾ ആഗ്രഹിച്ചതിൽ തിന്മയും ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം സംഭവിച്ചാൽ അത് നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. ദമ്പതികൾ പരസ്പരം ചീത്ത പറയരുത്, അസഭ്യം പറയരുത്, അവഹേളിക്കരുത്. ഒരാളുടെയും മാതാപിതാക്കളുടെയോ കുടുംബാംഗങ്ങളെയോ കുറ്റം പറയരുത്. അതായത് എൻ്റെ കൂട്ടുകാരെ എൻ്റെ കുടുംബക്കാരെ എനിക്കറിയാം, നിൻ്റെ വാപ്പനെ എനിക്കറിയാം, അല്ല എൻ്റെ ഉമ്മനറിയാം, വല്ലാതെ പറയണ്ട എന്ന് ഒരു പുരുഷൻ തൻ്റെ ഇണയോട് പറയരുത്. അതുപോലെ തന്നെ ഒരു സ്ത്രീ തൻ്റെ ഇണയോട് അങ്ങനെ പറയരുത്. കാരണം അത് അസഹ്യമായിരിക്കും. സ്വന്തക്കാരെ ചെറുതാക്കുന്നത് അല്ലെങ്കിൽ കളിയാക്കുന്നത് ആണായാലും പെണ്ണായാലും ആർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. പിന്നെ നമ്മുടെ ഈ കുടുംബജീവിതം ആനന്ദകരമാവാൻ പരസ്പരം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് പ്രശംസിക്കണം. പരസ്പരം നമ്മൾ
സമ്മാനങ്ങൾ നൽകണം. നല്ല കാര്യത്തിന് അത് നന്നായി എന്ന് തുറന്ന് പറയണം. അങ്ങനെ നമ്മൾ പെരുമാറിയാൽ അത് രണ്ടു പേർക്കും എന്നെന്നും ഓർക്കാവുന്ന ഊഷ്മളമായ അനുഭവം ആയിരിക്കുകയും ചെയ്യും. പിന്നെ കുടുംബത്തിൽ ഉണ്ടാവുന്ന ആളുകൾ ആരാ? മക്കളുണ്ടാകും. മക്കളെ നമ്മൾ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, സന്തോഷിക്കണം, താലോലിക്കണം. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാതിരിക്കണം. ഒരു മോന് തോന്നണേ എന്നോടല്ല വാപ്പക്കോ ഉമ്മക്കോ സ്നേഹം മറ്റവനോടാണ് എന്ന്. അങ്ങനെ തോന്നിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ഒരു കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു, എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതിയെന്ന്, അല്ലെങ്കിൽ മറ്റേ കുട്ടിയുടെ മനസ്സിൽ അതൊരു വേദനയുണ്ടാകും എന്ന്. കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കണം. അതിനൊക്കെ സമയം വേണം. എന്നും ബിസിനസ്, എപ്പോഴും ജോലി, എപ്പോഴും പൈസ ഉണ്ടാക്കൽ, അങ്ങനല്ല. മക്കൾക്ക് വാപ്പ അല്ലെ വെല്ലിപ്പ, ഉമ്മ അല്ലെങ്കിൽ വെല്ലിമ്മ അവരിഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണ്ടേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തിരക്കുള്ളാരാ, എത്ര വലിയ മഹാനാണ്, പ്രവാചകനാണ്, ലോകത്തിൻ്റെ ഗുരുവാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തു വന്ന് കയറി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, പേരമക്കള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ദീർഘിപ്പിച്ചു. കാരണം ആ കുട്ടികൾ അവരെ സമയം കഴിഞ്ഞ് ഇറങ്ങിപ്പോയിക്കോട്ടെ. സഹാബിമാര് പുറകിൽ നിസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറഞ്ഞു കൊടുത്തു. ചെറിയ കുട്ടികളല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ട ശേഷം പറഞ്ഞ എന്താണെന്നറിയോ മക്കളോട്? ഇവരിപ്പോ ഈ ഒട്ടകപ്പുറത്ത് കയറി കളിക്കുന്ന മാതിരിയാ കളിക്കുന്നത് റസൂലുള്ളാന്റെ പുറത്ത്. നിഅമൽ ജമലു ജമലുക്കുമാ, തരക്കേടില്ല അല്ലേ നിങ്ങളെ ഒട്ടകം, നല്ല ഒരു ഒട്ടകം. വനിഅമർ റാഖിബാനി അൻതുമാ, അതിന് പുറത്ത് കയറിയ നിങ്ങൾ രണ്ടാളും നല്ല യാത്രക്കാരുമാണില്ലേ, നല്ല വാഹനപ്പുറത്തിരിക്കുന്നവരാണല്ലേ. അങ്ങനെയൊക്കെയാണ് ഈ ജീവിതം. മക്കളെ കൂടെ, പേരമക്കളെ കൂടെ അവരോട് കളിച്ചും താലോലിച്ചും അവരുടെ കൂടെ ജീവിച്ചും കഴിയണം നമ്മൾ. അപ്പം ഇണകളിങ്ങനെ മക്കളോട് അതും. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആളുകൾ ആരാ? പിന്നെ നമ്മളെ വീട്ടിലുണ്ടാവുക മാതാപിതാക്കളാണ്, ആണല്ലോ. അത് എല്ലാ മക്കളെ വീട്ടിലും ഉണ്ടാവില്ല. കാരണം ഒരു മാതാവും ഒരു പിതാവും ഉണ്ടാകുക. ആരുടെ കൂടെയാണോ മാതാവും പിതാവും അവർക്ക് എന്നും ഈ മക്കളിൽ നിന്ന് നല്ല അനുഭവം ഉണ്ടാവണം. ആ വീട്ടിലല്ലെങ്കിലും മറ്റു മക്കളും മാതാപിതാക്കളെ വന്ന് കാണണം, വിളിച്ച് ചോദിക്കണം, അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കണം എന്ന് പറഞ്ഞ ഉടനെ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, അല്ലാഹ് പറഞ്ഞത് എന്താ പറഞ്ഞത്? അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുന്നു. സൂറത്ത് ബനി ഇസ്രായേലിലെ 23-ാമത്തെ ആയത്താണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നും പറയാതെ തന്നെ നമ്മൾ ചെയ്യേണ്ടതല്ലേ. എന്നാലും അള്ളാഹു പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അതെപ്പോഴും നിങ്ങളുടെ എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് മാത്രമാണോ? അല്ല. അവരിൽ നിന്ന് ഒരു ഉപകാരവും ഇല്ലെങ്കിലും അവർക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ലെങ്കിലും ഫൈമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരൊരാളോ രണ്ടാളോ നിന്റെ അടുത്ത് വാർദ്ധക്യത്തിലെത്തിയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവർക്ക് വെറുപ്പുള്ള വാക്ക് പറയരുത്, ഛേ എന്ന് പറയരുത്. വാപ്പ ഇത്ര മോശം അങ്ങനെ പറഞ്ഞല്ലോ, ഉമ്മ ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ പറയരുത്. കാരണം എന്താണെന്നറിയോ? ഒരു കാലത്ത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവർക്ക് വിഷമമുണ്ടാക്കുന്നതല്ലേ അല്ലേ? ശരീരത്തിലേക്ക് മൂത്രമൊഴിക്കല്ലായിരുന്നോ ചെറിയ കുട്ടികൾ അല്ലേ? വീട്ടിൽ വിസർജിക്കൂലായിരുന്നോ? അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കൂലായിരുന്നോ? അതൊക്കെ ചെയ്ത കാലത്ത് അവർ കുഞ്ഞുങ്ങളോട് വെറുത്ത വാക്ക് പറഞ്ഞ് ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ നമുക്കെല്ലാം ചെയ്തു തന്ന് വലുതായി വാപ്പ അതും ഉണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ വരും. ആ വയസ്സായ കാലത്ത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് വയസ്സാകുന്ന കാലത്ത് വാപ്പയും ഉമ്മയുടെ അടുത്ത് നിന്ന് അങ്ങനത്തെ പലതും വരും എന്നുള്ളത് കൊണ്ടാണ്. വലാ തൻഹറുഹുമാ, അവരെ വെറുക്കാനും പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, വളരെ മാന്യമായ വാക്കായിരിക്കണം അവരോട് പറയുന്നതെന്നാണ്. വാപ്പയായാലും ഉമ്മയായാലും അവർ നമ്മളോട് പറയുന്നതും ചെയ്യുന്നതിലും ഒക്കെ നമുക്ക് വിഷമമുണ്ടെങ്കിലും അത് മറിച്ചത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാ. ശാന്തമായി എപ്പോഴെങ്കിലും പിന്നെ പറഞ്ഞു കൊടുക്കാം എന്നേ ഉള്ളൂ. വാപ്പാൻ്റെ മുമ്പിൽ ഉമ്മാൻ്റെ മുമ്പിൽ ഒച്ചട്ട് സംസാരിക്കുക, അവരെ ശകാരിക്കുക, അങ്ങനെ യാതൊന്നും പാടില്ല എന്നാണ്.
മാത്രവുമല്ല വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി വിരിച്ചു കൊടുക്കണം. ചിറക് വിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഭാഷയിൽ അതൊരു സംരക്ഷണത്തിന്റെ ഉദാഹരണമാണ്. ഒരു കോഴി ഒരു തള്ളക്കോഴി കുഞ്ഞു കോഴികളെ, കോഴിക്കുഞ്ഞുങ്ങളെ, ഒരു പരുന്തൊക്കെ വരികയാണെങ്കിൽ, കാക്കയൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഒച്ച ഉണ്ടാക്കി ആ ചിറകിന്റെ ചോട്ടിലാക്കി വെക്കും. പിന്നെ പരുന്തും കാക്കയൊന്നും ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. സംരക്ഷണമാണത്. ഇതുപോലെ മാതാപിതാക്കളെ നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് വിരുത്തി സംരക്ഷിക്കണം എന്ന് ഖുർആൻ പറയുന്നു. വഖുല്ലഹും, അള്ളാഹു പറഞ്ഞത് വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അള്ളാഹുവേ എൻ്റെ മാതാവിനും പിതാവിനും നീ കാരുണ്യം നൽകണമേ, അവര് ചെറുപ്പകാലത്ത് എന്നോട് കാരുണ്യം കാണിച്ച പോലെ എന്ന്. വൃദ്ധ മാതാപിതാക്കൾ പ്രയാസപ്പെടുന്ന ഒരു കാലമാണിത്. മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് കണക്ക് പറയുന്ന ഒരു കാലമാണിത്. 4 മക്കളുണ്ട്, ഞാനാണ് കൂടുതൽ നോക്കിയത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാണ് കൂടുതൽ താമസിച്ചത്, ഞാനാണ് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നവൻ അക്രമിയാണ്. സന്തോഷത്തോട് പറയണ്ടേ, എനിക്കാണ് ഉമ്മയെ കിട്ടിയത്, ഞാനാണ് വാപ്പനെ നോക്കുന്നത്, അൽഹംദുലില്ലാ, എനിക്ക് അവരെ ചികിത്സിക്കാൻ കഴിഞ്ഞു, അവരെ നോക്കാൻ കഴിഞ്ഞു, അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. ഒരാൾക്ക് പ്രായമായ മാതാവോ പിതാവോ ഉണ്ടാവുകയും എന്നിട്ട് അവരെ ശുശ്രൂഷിച്ചിട്ട് സ്വർഗത്തിലെത്താൻ കഴിയാതിരിക്കുകയും എന്നാൽ സ്വർഗം കിട്ടാനുള്ള ആ അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവനാണ് പാപിയായ മനുഷ്യൻ. അപ്പം മക്കൾ മനസ്സിലായിക്കോളൂ. 3, 4, 5 മക്കളുള്ളവർ, ഒരു വാപ്പയോ ഒരു ഉമ്മ ഉണ്ടാകുക, നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ നോക്കാം, എനിക്ക് കിട്ടണം ഉമ്മയെ, എനിക്ക് കിട്ടണം ഉമ്മയെ എന്നായിരിക്കണം അവർക്ക് വയസ്സാകുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾ അങ്ങനെ പറയും എൻ്റെ ഉമ്മയാണ്, അതല്ലെങ്കിൽ എൻ്റെ ഉപ്പയാണെന്നൊക്കെ. പക്ഷെ വയസ്സാകുമ്പോഴേക്ക് അത് കുറഞ്ഞു വരുന്ന അനുഭവം ചില സ്ഥലങ്ങളിൽ, ചില കുടുംബങ്ങളിൽ ഉണ്ട്. അത് പാടില്ലാത്തതാണ് എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ മുതിർന്നവരോട് ഈ കാലത്ത് ഏറ്റവും വലിയൊരു വിഷയമായി വരുന്നത് മുതിർന്നവരാണ്, വയസ്സായ ആളുകൾ. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പിന്നെ സ്ഥാപനങ്ങൾ, അങ്ങനെ പലതും സർക്കാരൊക്കെ പ്രഖ്യാപിക്കുക. കാരണം നമ്മുടെ ഈ ആയുസ് കാലം മുമ്പുണ്ടായതിനേക്കാൾ വർദ്ധിച്ചല്ലോ. മുമ്പ് ഇപ്പം 35 വയസ്സൊക്കെ ആളോഹരി വയസ്സ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അത് വളരെ കൂടി. അപ്പോൾ എന്തുണ്ടാവും എന്നറിയോ, വാർദ്ധക്യത്തിൻ്റെ പ്രശ്നം പ്രയാസമൊക്കെ അവർക്കുണ്ടാകും. അപ്പോൾ അവരെ നമ്മൾ സംരക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറനാ, മുതിർന്നവരെ ആദരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല, ഒരു ഹദീസാണ്. വയർഹം സഗീറനാ, ചെറിയവരെ സ്നേഹിക്കാത്തവൻ, കാരുണ്യം കാണിക്കാത്തവനും. മറ്റൊരു റിപ്പോർട്ടിൽ വയഅരിഫ് ശറഫ കബീറന, മുതിർന്നവരുടെ ഷറഫ്, സ്ഥാനം, അത് അറിയാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. എന്നാൽ പ്രായം കൊണ്ട് മുതിർന്നവരാണ്, അവരെ ആദരിക്കേണ്ടതാണ്. അത് മാതാപിതാക്കളാകുമ്പോൾ അത് കൂടുതൽ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച് അത് നടപ്പിലാക്കി തന്ന ഖലീഫമാര്, സഹാബിമാരൊക്കെ എത്ര കാരുണ്യം കാണിച്ചു എന്നറിയാം. മുതിർന്നവരോടും കാണിച്ചു, കുട്ടികളോടും കാണിച്ചു. ഒരു സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു വയസ്സായ ആൾ യാചിച്ച് നടക്കുക. അപ്പോൾ അതെന്താന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോഴേ അദ്ദേഹം ജീവിക്കാൻ വേണ്ടി യാചിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജീവിതകാലത്ത് ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, ശരിയാണ്, അവരും നാടിനെ വളർത്തിയെടുക്കുന്നതിൽ, സമൂഹത്തിൻ്റെ വളർച്ചയിൽ പങ്കെടുത്തിട്ട്. അയാൾ മുസ്ലിം അല്ല കേട്ടോ. എന്നിട്ടോ ഇപ്പം പ്രായമായി. ആ പ്രായമായപ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ യാചിച്ചു. ആ മനുഷ്യന് ഇസ്ലാമിക രാജ്യത്തിൻ്റെ പൊതു ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചു. ഇപ്പല്ലേ വാർദ്ധക്യകാല പെൻഷനൊക്കെ പോലെ അനുവദിച്ചു കൊടുത്തു എന്നാ. മറ്റൊരു സംഭവം, അതും ഉമർ ഖത്താബിൻ്റെ ചരിത്രത്തിലുണ്ട്. ഒരു വീട്ടിൽ നിന്ന് കുഞ്ഞു കരയുന്നത് കേട്ടു. പോയി നോക്കി എന്താ സംഭവം. അപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു, ഈ കുട്ടി കരയുന്നത് മുല കൊടുക്കാത്തത് കൊണ്ടാണ്. എന്താ മുല കൊടുക്കാത്തത്? അത് ഖലീഫ ഉമർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ വീട്ടിലേക്ക് റേഷൻ ഉണ്ടാവില്ല ആ കുട്ടികൾക്ക്. ഇപ്പം മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്കേ കൊടുക്കുള്ളൂ. അപ്പം ഞങ്ങൾക്ക് റേഷൻ ഇല്ല. അപ്പം കുട്ടിയുടെ മുലകുടി നേരത്തെ അങ്ങ് നിർത്തിയതാ, പാല് കിട്ടായിട്ടാണ് കുട്ടി കരയുന്നതെന്ന് പറഞ്ഞു.
അപ്പോൾ ഉമർ ഖത്താബ് വളരെ സങ്കടപ്പെട്ടു. എൻ്റെ നാട്ടിലാണല്ലോ ഇത് സംഭവിച്ചത്. എന്നിട്ട് ഉമർ ഖത്താബ് പറഞ്ഞു, എല്ലാ കുട്ടികൾക്കും മുല കുടിക്കുന്ന പ്രായത്തിലായാലും അവർ വലുതായാലും എല്ലാവർക്കും റേഷൻ ഭക്ഷണം കൊടുക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ബന്ധപ്പെട്ടവരെ അറിയിക്കുകയായിരുന്നു. അപ്പം നോക്കൂ നിങ്ങളെ, കുഞ്ഞുങ്ങളോട്, ഇണകളോട്, മാതാപിതാക്കളോട്, മുതിർന്നവരോട്, എല്ലാവരോടും കാരുണ്യവും സ്നേഹവും നൽകുന്ന ഒരു ജീവിത രീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ കുടുംബ ജീവിതം അത് വളരെ പരിശുദ്ധവും വളരെ പവിത്രവും വളരെ ഭദ്രവും ആനന്ദകരവും ഊഷ്മളവും ആക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് എല്ലാവരും അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയും അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.